ഇനി ബാക്കിയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ഗൈസ്. മെയിനായിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് റീസെൻറ്റ് ഡേയ്സ് ആയിട്ട് MRC ഗ്യാങ്ങിൻ്റെ അത് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പേഴ്സണലി വേണ്ടപ്പെട്ട 2 പേരാണ് അതിൻ്റെ ഓണേഴ്സ്. അതിലൊരാളെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും അതിൽ വേറൊരാളെന്ന് പറഞ്ഞാൽ ഗോകുവാണ്. അവർക്ക് 2 പേർക്കും കറൻ്റ്ലി ഇപ്പം ഇത് വന്ന് വിളിച്ച് പറഞ്ഞ് സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ MRC എന്ന് പറയണ 3 ഇത് ചിലപ്പോൾ കേൾക്കാൻ ഈ സ്റ്റോറി ഇത് ഞാൻ ഈ പറയണ കാര്യങ്ങൾ കേൾക്കാൻ വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായോ? ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയറാണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പായിരുന്നു ഞാൻ ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണതുപോലെ നമ്മുടെ കുറേ പേരുണ്ട് അതിനകത്ത്. ആക്ഫ്രോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറേ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ടൊരു ചെറിയ കഥ പറയാം. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ VC വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മുടെ അത് ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC നിന്ന് ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എൻ്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൈൻഡിൻ്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അവർ. സോ വൺസ് ഗോകുവിനും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടൻ വൺസ് അത് കഴിഞ്ഞിട്ട് ബിസിനസ് പരമായിട്ട് പുള്ളിക്ക് ദുബായിൽ കുറച്ച് ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് MRCയിലെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗോകുവിന് പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതൂടെ വന്നപ്പോഴത്തേക്കിന് ഗോകുവും നേരെ വെളിയിലോട്ട് പോയി. സോ അങ്ങനെ ആ MRCയുടെ ബൂട്ട് ക്യാമ്പ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തി കംപ്ലീറ്റ്ലി MRCയുടെ ഓപ്പറേഷൻസ് ഫുള്ള് കട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, പ്ലേയേഴ്സ് ഇല്ല. ഞാൻ പറയാം, മര്യാദ അത് ഓപ്പറേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്നും കേരളത്തിലെ ടോപ്പ് ഓർഗനൈസേഷൻ എന്നുള്ള തന്നെ രീതിയിൽ അവരുണ്ടാക്കി വെച്ച അന്നത്തെ ലെഗസി തന്നെ ഇന്നത്തെ കേരളത്തിലെ ടോപ്പ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അത് ഇന്നും അറിയപ്പെടും. അന്നത്തെ ലെഗസി, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായ? അങ്ങനെ നിന്ന ഒരു ടൈമായിരുന്നു MRC എന്ന് പറയുന്ന സാധനം. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയണതുപോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. സോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് വരാനാണെങ്കിൽ തൊപ്പിയുടെ അടുത്ത് ഇത് ഓണർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗിന്റെ പേരാണടാ MRC എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ തൊപ്പി ഇത് പ്രൈം ടൈമിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്ത് അവർക്ക് വന്ന് ക്ലെയിം ചെയ്യാമായിരുന്നു. ഇന്നേ വരെ ഒരു പബ്ലിക് അപ്പിയറൻസിലോ ഗോകുവോ അശ്വിൻ ചേട്ടനോ ഒരാൾ പോലും ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾ കാണുന്നവർക്കറിയാം, അല്ലാത്തവരുടെ ഞാൻ പറയുന്നില്ല. ഇന്നേ വരെ അവർ വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട്. എനിക്കതിൻ്റെ ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ തൊപ്പി ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുമ്പോഴും അത് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. മനസ്സിലായ? കാരണം ഇന്ന് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നടക്കാത്തത് കൊണ്ടാണ്.
എടാ ഇത്രയും മോശം സമയത്ത് അവരതിന്റെ ഓണർഷിപ്പ് ടേക്ക് ഓവർ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടോട് കൂടിയാണ് അത് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സോ അവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമാധാനത്തോടെ നിങ്ങൾ കേൾക്കുക. തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ ബ്രോ, ഇതില് അഭിപ്രായം പറയാനില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ മറ്റേ പേടിയുള്ളത് പോലത്തെ ആയിപ്പോവും. തൊപ്പി വരും, തൊപ്പി വന്ന് എന്തോ പറയുമെന്ന് നമ്മുടെ ഗ്യാങ് ടിവിയെ പറ്റി RP ഇഷ്യൂല് വന്ന് ഓഡിയൻസ്, ഇവിടുത്തെ MRC ഓഡിയൻസ് തൊപ്പി വന്ന് നിന്നെ ഇതാക്കി കളയും, മറ്റേ ഇത് പറഞ്ഞു കളയും, നിന്നെ ഇതാക്കുമ്പോൾ കണ്ടോടാന്നൊക്കെ പറഞ്ഞു വരുന്നപ്പം ഇത്രയും കാണേണ്ട വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പല സൈസിലുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം കാണേണ്ട വന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെറിയ ചെറിയ അപരാധങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ എന്തായാലും ഞാൻ VC-ലോട്ടൊന്ന് പോവാം. ബാക്കി അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറയാം. ലൈവിനോ എന്റെ ലൈവിരുന്ന് കണ്ടോണ്ടിരിക്കണം കേട്ടാ അവൻ. ഞാൻ ഏത് VC-ലെ ലൈവിനോ 1 ഹലോ എടാ ഡ്രാഗ് ചെയ്തത് നിന്നെ. ഹലോ AFK ആണോ ഗോകു? കേക്കുന്നില്ലടാ. എനിക്ക് കേൾക്കാം. ഗോകു വന്നോ? പളിയ നിങ്ങക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞ. അശ്വിൻ ചേട്ടനും ഉണ്ട് ഇവിടെ, ഗോകു ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ്. ഗോകു ആണ് ഈ ഗോകുവും റസിനും അങ്ങനെ കുറച്ച് പേര്, ആക്ഫ്രോളിക്ക് അങ്ങനെ കുറച്ച് പേരൊക്കെ ചേർന്നാണ് ഈ ഒരു ഓർഗ് ഫോം ചെയ്തത്. അതിനുശേഷം അശ്വിൻ ചേട്ടനാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗൺ ടൈം വന്ന സമയത്ത് അശ്വിൻ ചേട്ടനാണ് നമ്മളെ ഓരോ പേഴ്സണൽ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു പൊസിഷനിലോട്ട് എത്തി. അശ്വിൻ ചേട്ടനാണ് ആ ഒരു ഓണർഷിപ്പ് ഇത് ചെയ്തത്. സോ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ VC-യിലുള്ളത്. അശ്വിൻ ചേട്ടനും അതുപോലെ തന്നെ ഗോകുവും സംസാരിക്കും. അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ RP ഗ്യാങ് എന്നുള്ള രീതിയിലത്തെ കൺസിഡറേഷൻ എടുക്കരുത്. ഇതൊരു MRC വേഴ്സസ് TV അങ്ങനെ ഒരു സാധനമായിട്ട് എടുക്കരുത് ദയവ് ചെയ്ത്. അതല്ല ഇഷ്യൂ. അതിന് പുറത്തുള്ള ഇപ്പൊ നടക്കുന്ന സാധനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അശ്വിൻ ചേട്ടാ. ഹലോ. അശ്വിൻ ചേട്ടാ കേൾക്കാം, പറഞ്ഞോ. ഹലോ. ആ ഞാൻ ഇത് എങ്ങനെ പറയണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ എവിടെയൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് അന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഓർഗിന്റെ പേരിൽ ഒന്നും വേണ്ട. ഞാനിപ്പോ തൊപ്പീനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഇതിലൊന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാനോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു എന്റെ അടുത്തും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോ പേര് മാറ്റും, അങ്ങനെ ചിലപ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഈഗിളിപ്പം ഈഗിൾ പറഞ്ഞത് ഞാൻ ഇനിയിട്ട് വീണ്ടും ഇട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഇപ്പോൾ ദലത്തി എന്ന് പറയുമ്പോൾ അശ്വനാണ് നമ്മൾ MRC ഓണറായിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 7 ഫ്രണ്ട്സ്, നമ്മളെല്ലാം കൂടെ 7 ഫ്രണ്ട്സ് ചേർന്നാണ് ഈ ഒരു ക്ലാനായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ക്ലാൻ എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ആയതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബൂട്ട് ക്യാമ്പും കാര്യങ്ങളും നമുക്ക് BGMI നല്ലൊരു ടീമിനെ നമ്മൾ ഇട്ടു, അതേപോലെ വാലോറന്റ് നല്ലൊരു ടീം ഇട്ടു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഓർഗായിട്ട് മാറണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അങ്ങനെ മാറിയപ്പോൾ എന്തായാലും ഓണറിന്റെ പേര് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും പേരും കൊടുത്തിട്ട്, കാരണം എല്ലാവരും 9 പേരെയും കൂടി ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരും നമ്മുടെ MRCയുടെ ഓണർ രീതിയാണ്. പക്ഷെ പേരിൽ ഞാനും അണ്ണനാണ് ഓണറായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരെ പേരൊന്നും ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോ ഈ പേരെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു എന്താ പറയാ, ആർക്കും പറയാൻ പറ്റാത്തൊരു രീതിയിലോട്ടായിപ്പോയി. ഇപ്പം നമ്മള് അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നതല്ല, എന്നാലും ആ ഒരു രീതിയിലോട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരെല്ലാവരും ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിലാണ് നമ്മൾ തൊപ്പിനെ ഇപ്പം നിങ്ങൾ കേട്ട ഈഗിളിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തതാണ് നമ്മളെ ടീമിലോട്ട്. അതേപോലെ റിക്രൂട്ട് ചെയ്ത ഒരാളും കൂടെയാണ് നമ്മൾ തൊപ്പി ആണെങ്കിൽ. അപ്പോ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്നു. അവൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഈഗിൾ പറഞ്ഞ എനിക്ക് UK വരേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇതിന് എല്ലാം മാറിയിരുന്നു, സ്ട്രീമിങ്ങിനായാലും ഗെയിമിങ്ങിനായാലും എല്ലാത്തിനും ഞാൻ മാറിയിരുന്നു. അണ്ണൻ സത്യം പറഞ്ഞാൽ നമുക്ക്
വരും എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു PC എടുത്തോണ്ട് PC ഒക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അണ്ണനായിട്ട് ഞാൻ ഇതാവുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് MRCയിൽ ആ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ നല്ലപോലെ പൈസ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അണ്ണനാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത്, അശ്വിനാണ്. അപ്പോ അണ്ണനും ഒരു സമയത്തായപ്പോ ബിസിനസ്സിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അണ്ണനും ഒന്ന് മാറിയിക്കേണ്ടി വന്നു. ആ ടൈമാണ് ഇതൊക്കെ തൊപ്പി വൈറലാവുന്നതും ആ ടൈമൊക്കെ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇടപെടാൻ നിന്നില്ല. കാരണം അന്ന് നമുക്ക് അവനൊരു ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പൊ അവൻ നല്ലപോലെ പോകുന്നു. അതിൽ കയറി ഇടപെടാനോ നീ നമ്മളെ പേര് വെച്ച് ചെയ്യേണ്ടെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. വളരെയാണെങ്കിൽ വളരട്ടെ എന്നുള്ള രീതി തന്നെ. കാരണം നമ്മൾ ഇന്നേവരെ ആരെയും നമ്മൾ എന്താണ് ഒരാൾ വളരുന്ന കണ്ടിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉള്ള മെയിൻ സ്ട്രീമേഴ്സ് എല്ലാവരും MRC ആണ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്, മിക്കുള്ളവരും. അപ്പോ എല്ലാവരും വളരുന്ന തന്നെയാണ് നമുക്ക് സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു ഒരാൾ വളരുന്ന കണ്ടിട്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിന്നില്ല. പിന്നെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടല്ല തൊപ്പിയുടെ ഗ്യാങ്, MRC ഗ്യാങ് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ ഗ്യാങ്ങിലുള്ള ആരെയും നമ്മളായിട്ടല്ല എടുത്തിട്ടുള്ളത്. അതെല്ലാം തൊപ്പിയുടെ ഇഷ്ടത്തിന് തൊപ്പി തന്നെയാണ് അവരെല്ലാവരെയും റിക്രൂട്ട് ചെയ്തതും എല്ലാം. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയാനും പോയില്ല. കാരണം അവന് സ്ട്രീം നല്ലതുപോലെ കൊണ്ടുപോകാൻ ഒരു ടീമിനെ വേണം. അതുകൊണ്ട് അവൻ എടുത്തു, അവന്റെ നല്ലതിനെ എടുത്തു. അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ നിന്നില്ല. സോ അവരായിട്ടൊന്നും നമ്മൾ ഒരു ഇതുമില്ല, കണക്ഷനും ഇല്ല. പിന്നെ MRCയുടെ RP അതായാലും അവർ തന്നെയാണ് അത് ചെയ്തത്. അതിലും നമ്മളൊന്നും പറയാൻ നിന്നില്ല. കാരണം അവർക്ക് നല്ലത് വരട്ടെന്ന് വരെ തന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ RPയിലായാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഇടപെടാതിരുന്നത്. അത് RP ആണ്, അത് ഗെയിമാണ്. അതിൽ അവര് എന്തൊക്കെ കാണിക്കുന്നു അത് അതേപോലെ പോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നും പറയാതിരുന്ന അത് ശരിയാവത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ഒരു MRC എന്ന് പറഞ്ഞ ഒരു മാർഷലസ് എന്ന് പറഞ്ഞ ഓർഗ് അല്ലെങ്കിൽ ക്ലാൻ എന്താ വട്ടെ, അതിന്റെ പേര് ഇങ്ങനെ അത് പറയാൻ തന്നെ ഒരു എന്താണ് ഒരു ചീത്തപ്പേരായി എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂസിലാണെങ്കിലും MRC എന്നൊക്കെയാണ് എടുത്തോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ പേരിന്റെ മുന്നിൽ കിടക്കുന്നത് MRC ആണ്, മനസ്സിലായില്ല. അപ്പം എനിക്ക് തന്നെ കുറച്ച് ഇതുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ. അപ്പം ഇപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല, നമ്മളെ കൈവിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈഗിളാണെങ്കിൽ ഈഗിളിന്റെ വന്ന് സംസാരിക്കാൻ ഒരു ഇത് തന്നെ ഈഗിളെ താങ്ക്യൂ. അപ്പോ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, MRCയുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ബാക്കി ഒന്നും ഇതുവരെ ഒന്നും കൊണ്ടുവരാൻ നിൽക്കുന്നില്ല. അത് കൊണ്ടുവരുന്ന വരെ നമ്മൾ MRC ഓണറും നമ്മുടെ ഫൗണ്ടേഴ്സും മാത്രമായിരിക്കും MRCയിലുള്ളത്. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ MRC ടാഗ് ഇനി യൂസ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അവരെന്നെ മാറ്റുന്നതായിരിക്കും അവർക്ക് നല്ലത്. നമുക്ക് ഇതിന്റെ പിറകിൽ ലീഗലായിട്ടോ അങ്ങനെയൊന്നും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പൊ അതിനെ ഇടപെടുത്താതിരിക്കുക, അത് മാത്രമേ എനിക്ക് ഒരു റിക്വസ്റ്റായിട്ട് പറയാവുള്ളൂ. കാരണം നമുക്കിനി ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചൊരു കാര്യം ഇങ്ങനെ ഇതേപോലെ പോകാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഇനി പറയുവാണ്, ഇനി അവർ ചെയ്യുന്നതിൽ നമ്മൾ MRC ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നമ്മളായിട്ടൊരു ഇതുമില്ല. ഇനി നമ്മളിപ്പോ MRCയിൽ നമ്മൾ ഓണർ ഞാനും ആശുരാണനും പിന്നെ നമ്മുടെ ഫൗണ്ടേഴ്സായ ഇപ്പോൾ 6 പേരുണ്ട്. ബാക്കി അവരും കൂടെയാണ് ഇപ്പൊ ഉള്ളത്. സോ ഇനി ഗ്യാങ്ങിലെ ഇപ്പൊ MRC ഗ്യാങ് ആയാലും വേറെന്താണെങ്കിലും അവരൊക്കെ പേര് മാറ്റാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ തൊപ്പിയുടെ അടുത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു ഗൈസ് ഈ പേര് മാറ്റുന്ന കാര്യത്തിനെ പറ്റി. അപ്പൊ പേര് മാറ്റുന്നതിനെ പറ്റി സംസാരിച്ചപ്പം MRZ എന്നുള്ളത് മാറ്റിയിട്ട് അവർ MRC എന്നാക്കുവാന്നെന്ന് പറഞ്ഞു. MRC. അപ്പോൾ മാർസലസ് എന്ന് പറയുന്ന MRZ എന്ന് പറയണതിന്റെ ഓണർഷിപ്പാണ് ഗോകുവിനും അതുപോലെ തന്നെ അശ്വിൻ ചേട്ടനും ഉള്ളത്. സോ അവർക്ക് ആ ഒരു പേര് അങ്ങനെ തന്നെ നിലനിർത്താനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ MRC എന്നാക്കാൻ പോവുകയാണെന്നാണ് തൊപ്പിയുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞ ഡിസിഷൻ. എന്നാലും ഈ പേര് മാറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. സോ പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മിസ്ലീഡിങ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്ന മെയിൻ ഒരു കാര്യം MRC എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇനി സെർവർ സൈഡ് ഒരു ഡിസിഷനോട് പറയാം. സെർവർ സൈഡിൽ MRZ ഇട്ട് കളിക്കാൻ ഇനി ഇവിടെ സമ്മതിക്കത്തില്ല. അത് ബ്രാവോ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇനി MRZ തന്നെ ഇട്ട് ഇവിടെ കളിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഗ്യാങ് ഇവിടുന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് വിടും. വേറെ MRC എന്നോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അതിടാൻ പാടില്ല. കാരണം MRC എന്നുള്ളൊരു സാധനത്തിൽ റൈറ്റ് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് MRZ എന്നുള്ള ടാഗ് ഇനി ഇവിടെ യൂസ് ചെയ്ത് സിറ്റിയിൽ ഒരു ഗ്യാങ് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല. അത് ഓൾറെഡി ഇവിടെ എടുത്ത ഒരു ഡിസിഷനാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി അഡ്രസ് ചെയ്യാൻ, അശ്വിൻ ചേട്ടൻ ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് സംസാരിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് മുന്നിൽ നിന്ന് പറയുന്നതല്ല. ഞാൻ മെയിൻ കളിക്കാനൊന്നും പറയണതല്ല. പിന്നെ മെയിൻ കളിച്ചാലും എന്നോട് ആരും ചോദിക്കത്തില്ല. ഓണറും എന്നെ അതിനകത്ത് കയറ്റുവാനൊക്കെ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം വേറെ ആരും എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ പബ്ലിക്കിന് റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അതിൽ കളിച്ച പ്ലെയറാണ്, അതെന്റെ ടാഗായിട്ട് ഞാൻ വർഷങ്ങൾ കൊണ്ടു നടന്ന പ്ലെയറാണ്. അത് പറയാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ MRC എന്ന് പറഞ്ഞിട്ട് തൊപ്പി തുടങ്ങിയ ഈ ഒരു ഗ്യാങ് ഹൗസ് എന്ന് പറയുന്ന സാധനത്തിലേട്ട് അശ്വിൻ ചേട്ടനോ ഗോകുവിനോ 0 ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫസ്റ്റ് കാര്യം, ഒന്നാമത്തെ കാര്യം. പിന്നെ അവരുടെ മന്ത്ലി എക്സ്പെൻസസും അവരുടെ ഇതെല്ലാം പേഴ്സണലി തൊപ്പി തന്നെ നോക്കിക്കൊണ്ടിരുന്നതാണ് ഇത്രയും വർഷം. അതില് തൊപ്പി ഒരു വട്ടം നിങ്ങളെ വ്യൂവേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. MRCക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ മാത്രമല്ല ഓണർ, നമുക്കൊരു മാനേജ്മെന്റ് ടീമുണ്ട്. അതെപ്പോഴോ ഏതോ ഒരു മെമ്പറിന് സസ്പെൻഷൻ കൊടുക്കാനോ ആഡ് ചെയ്യാനോ എന്തോ പറഞ്ഞ സമയത്താണ്. അന്ന് എല്ലാവർക്കും അത് മിസ്ലീഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അശ്വിൻ ചേട്ടനും ഗോകു ഒക്കെ ഇപ്പോഴും അതിനകത്ത് അവരുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഈ പറയണത് പോലെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കുറച്ച് പേര് വിശ്വസിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് വെറും കള്ളത്തരമാണ്. തൊപ്പിയാണ് അൾട്ടിമേറ്റ്ലി അവിടെ ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അല്ലാതെ വേറെ ആരും അതിന് മുകളിലോട്ടില്ല. അതിന് മുകളിൽ വേറെ ആരും തന്നെ ഡിസിഷൻ MRCയുടെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഗ്യാങ്ങിലും അവിടുത്തെ ബൂട്ട് ക്യാമ്പും അവിടുത്തെ ഗ്യാങ് ഹൗസും എല്ലാം തൊപ്പിയും ഈ പറയണത് പോലെ റാംബോ ഇവരെല്ലാവരും കൂടെ എടുത്തു വെച്ച് ചെയ്തൊരു കാര്യമാണ്, മനസ്സിലായോ? അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഇത്ര നാൾ അശ്വനാണ്, ഞാൻ പറഞ്ഞല്ലോ, അശ്വനാണ് നമ്മൾക്ക് സ്പോൺസർഷിപ്പ് എല്ലാം പൈസയുടെ കാര്യം എല്ലാം ചെയ്തു തന്നിട്ടുള്ളത് ആ ഒരു ടൈമിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മള് PUBG BGMI ആ ടൈം ഉള്ളത്. അപ്പൊ അണ്ണൻ കൂടി പോയത് നല്ല ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. ഇപ്പൊ ബൂട്ട് ക്യാമ്പിനായാലും നമ്മളെ, അതായത് മുന്നത്തെ ബൂട്ട് ക്യാമ്പ് ഞാനൊക്കെ ഉണ്ടായിരുന്ന മുൻ ബൂട്ട് ക്യാമ്പ് വാലോറിന്റെ ടീം ഇട്ട ആ ബൂട്ട് ക്യാമ്പിനൊക്കെ എല്ലാത്തിനും അശ്വനാണ് പൈസ ഇട്ടിട്ടുള്ളത്. ഇന്നേ വരെ MRC എന്നുള്ള പേരിൽ നമുക്ക് ഒരു പോലും ലാഭമോ അല്ലെ പ്രോഫിറ്റോ എന്താണെങ്കിലും കൂടിപ്പോയ അന്ന് പണ്ട് കളിച്ചിട്ടുള്ള 8 വർഷം മുമ്പ് കളിച്ചിട്ടുള്ള ടൂർണമെന്റ് ജയിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മളെ കൈ കയറി, അതല്ലാതെ ഒരു കൂടിപ്പോയ ഒരു 30,000 മേളിൽ എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ഒന്നും ഇതുവരെ ആക്കിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് ഇതുവരെ ഒരു രൂപ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടില്ല ഇന്ന് വരെ ഒരാളുടെയും. കാരണം അത് എന്തൊക്കെ ഫണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുള്ള ഫണ്ടൊന്നും അല്ല അത്. സോ അതുകൊണ്ടൊന്ന് പറയണമായിരുന്നു. ഓക്കെ, അത്രയല്ലേ ഉള്ളു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ശരത്തേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഇതിനകത്തൊന്നും പറയാനില്ല, ഇവര് പറഞ്ഞല്ലോ, ഇവരെല്ലാം പറഞ്ഞില്ലേ. അല്ല, ഇതില് നമ്മുടെ സൈഡിൽ നിന്ന് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെയ്ത സാധനം ഇവര് ചെയ്ത കാര്യങ്ങൾ ആരും ഇവിടെ ന്യായീകരിക്കുന്നില്ല. ഒരിക്കലും ശരിയല്ലാത്ത നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങിയിട്ട് പറയും, ഇവരെ എനിക്ക് അതിനകത്ത് ഇൻവോൾവ് വേണ്ട. എന്നാലും ഞാൻ പറയാണ്, അത് ഇത് കഴിയുമ്പോൾ സംസാരിക്കാം. പക്ഷെ എന്നാലും പറയാണ്, ഈ ചെയ്ത കാര്യങ്ങളൊന്നും 100% ശരിയല്ല. നമ്മളൊന്നും ന്യായീകരിക്കുന്നുമില്ല, നമ്മളൊന്നും ഇതിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും മറക്കുമായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്നെ അപരാധിക്കുമായിരിക്കും. എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞതാണ്, ആർപ്പിക്കാത്തൊരു പ്രശ്നത്തിന് അവനെ ഡ്രാഗ് ചെയ്തതിൽ എനിക്ക് ചോദിച്ചതായിരുന്നു. പക്ഷെ അതിന് ഞാനിപ്പോൾ റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. ക്ഷമ പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് ഈ ഇപ്പോഴത്തെ കോണം മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ക്ഷമ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് തോന്നിയതാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ബാക്കിയൊക്കെ ഇത് എന്തായാലും ലീഗലി കേസും കാര്യങ്ങളൊക്കെ ആവുന്ന എല്ലാവരും പറഞ്ഞത് കേട്ടു. എന്തോ DGP എന്തോ ഇതിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്തോ ഈ കേസ് പറ്റി എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻക്വയറി ചെയ്യണം. ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം. അത് തന്നെയാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് പറയേണ്ടത്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം നമ്മളിപ്പോൾ TV vs KV അല്ലെ TV vs MRC GTA ഗ്യാങ് തമ്മിലുണ്ടായ അടി പോലല്ല ഇത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, കൂടെ നിന്നവന്റെ വീഡിയോയും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നു. ഇതിനകത്ത് കുറെ ഡ്രഗ് അത് ഇത് എല്ലാം ഉണ്ട്. സോ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് അങ്ങനെ പോട്ടെ. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ താഴെ ഉണ്ടാവും, അല്ല വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ ഞാൻ ഇതിനകത്ത് ബാക്കിയുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ചേട്ടാ താങ്ക് യു, ഗോകു താങ്ക് യു. ഇപ്പൊ ശരിയാണ്.
സോ ഗൈസ്, അപ്പം ഇത് എനിക്ക് ഫേസ് ക്യാം ഓണാക്കി പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പിന്നെ അവർ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് ക്യാം ഓഫ് ചെയ്ത് വെച്ചത്. സോ ഗൈസ്, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഈ കോൺട്രവേഴ്സിയെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒന്നുമല്ല. ഇങ്ങനെ ഒരു നോർമലി ഇത് സ്ട്രീമർ, ആദ്യം തന്നെ ഞാൻ പറയാം, സ്ട്രീമർ ഗെയിമർ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എന്ത് വേണം സ്ട്രീം ചെയ്യാം. നിങ്ങൾക്കൊരു കുക്കിംഗ് ചാനൽ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നത് സ്ട്രീം ചെയ്യാം. കടയിൽ ചൈനീസ് വീഡിയോ, ജാപ്പനീസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്തൊക്കെ അവർ കടയിലെ സാധനങ്ങൾ വിൽക്കുന്നതും മറ്റേ അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ സ്ട്രീം ചെയ്യാറുണ്ട്. ഇത് രണ്ടും രണ്ടാ. ഗെയിമിംഗ് സ്ട്രീമും നോർമൽ സ്ട്രീമിങ്, IRL സ്ട്രീമിങ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ഇതിനകത്ത് ഇത് വന്നപ്പോൾ കോമൺലി ഗെയിമിംഗ് സ്ട്രീം, ഗെയിമർ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ MRC ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും ജനറലൈസ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ജനറലൈസേഷൻ ചെയ്തതിൻ്റെ ഉള്ളൊരു ഭവിഷ്യത്ത് നേരിടേണ്ടി വന്ന എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുടെ ഉണ്ട്. ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നപ്പം ഞാൻ പറയാമല്ലോ, ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വരുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തതുകൊണ്ട് ഫേസ് ക്യാം ഒക്കെ ഇട്ടും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തും ഇടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. അത് അവരുടെ ചിലപ്പം ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ചാനലുകളാണ്. ഈ ചാനലുകൾക്കൊക്കെ ഈ പറയണത് പോലെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പബ്ലിക് ഗ്രൂപ്പുകളും കുറേ പബ്ലിക് സാധനങ്ങളും ഉണ്ട്. ഈ സാധനത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം ഇതിൽ എനിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവൻ കുറേ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാ, ഇവൻ കോളേജ് പരിപാടികൾക്കൊക്കെ പോകുന്നതാ. ഇവരെയൊക്കെ പോലെ മറ്റേ ഇനാഗുറേഷൻ, ഞാൻ പബ്ലിക് ഇനാഗുറേഷൻസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് എത്രയൊക്കെ ആൾക്കാർ ഓഫർ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യം ഇതാണ്, ഞാൻ അങ്ങനെ ഇനാഗുറേഷൻ വരാറില്ല. എനിക്കത് മടിയാകായി സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു നോർമലി ഒരു ഗെയിമർ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥാപനം പോയി ഇനാഗുറേറ്റ് ചെയ്യാൻ എനിക്കതിന് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. കാരണം ഒരാൾ ഒരു നല്ല സംരംഭം തുടങ്ങുമ്പോൾ അതിനകത്ത് അർഹതയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് പോയി ചെയ്യാൻ അത് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ കട ഉദ്ഘാടനം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒഫൻസോടെ അതൊരു ഹാക്കേഴ്സ് അക്കാഡമി, അത് ആ ഒരു സാധനം അതിൻ്റെ ഇനാഗുറേഷൻ അല്ലായിരുന്നു. അവരുടെ പുതിയൊരു ഇത് വന്നപ്പം അവർ നമ്മുടെ അടുത്തൊരു കൊളാബായിട്ട് വന്നപ്പോൾ ഞാൻ ആകെ ചെയ്തിട്ടുള്ളൊരു സാധനം അതാണ്. കാരണം അത് ടെക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിലേറ്റഡ്, അല്ലാതെ നേരെ പോയി എനിക്കൊരു തുണിക്കട ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നേരെ പോയിട്ട് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു അങ്ങനത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ്. നിന്നെ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്നേരം ഇവർ ഇതിലായിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു, ഇവൻ ഇങ്ങനെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാ, ഇവൻ ഷോസിനൊക്കെ കോളേജിൽ പോകുന്നതാ, അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന. അതെ, ഞാൻ 8 വർഷമായിട്ട് ഞാൻ സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. 8 വർഷമായി, 9ാമത്തെ വർഷമാവുന്നു. 9 വർഷത്തിൽ സ്ട്രീം ചെയ്തതിൽ പബ്ലിക് അപ്പിയറൻസസ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഒരു 2 വർഷം മുമ്പ് തൊട്ടാണ്. അതായത് കോളേജുകളിൽ മറ്റേ പരിപാടികൾക്ക് പോവുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബാൻഡ് തുടങ്ങി, ഈ ബാൻഡിന് വേണ്ടി പെർഫോം ചെയ്യുക, കോളേജസിൽ പോവുക, ഇതാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇവർക്കെല്ലാം അറിയേണ്ടത്, ഇതിനകത്ത് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പെമ്പിള്ളാരെ അബ്യൂസ് ചെയ്യുന്നുണ്ടോ, പെമ്പിള്ളാരെ വളയ്ക്കാൻ നോക്കുന്നുണ്ടോ, അവരുടെ നമ്പർ മേടിക്കുന്നുണ്ടോ അല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ ഫേസ് ക്യാം ഓണാക്കി വെച്ച് ഞാൻ പറയുവാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് 150 പുറത്ത്, പത്തനംതിട്ട തൊട്ട് പാലക്കാട് വരെയുള്ള 150 തൊട്ട് 200 കോളേജുകളിൽ, 150 മുകളിൽ കോളേജിൽ പരിപാടിക്ക് പോയിട്ടുണ്ട്. അതിലൊരു 50 കോളേജിന് മുകളിൽ ഞാൻ ഷോസ് ചെയ്യാൻ പോയിട്ടുണ്ട്, പാട്ട് പാടാൻ, മ്യൂസിക് ഷോസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു പെങ്കൊച്ചോ ആരെങ്കിലും വന്ന് പറയുവാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പോക്രിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. ഞാൻ ഇത് പബ്ലിക്കായിട്ട് ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ, ആരും എന്നെ പറ്റി രഹസ്യാന്വേഷണം നടത്തണ്ട, എന്നോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു അലിഗേഷൻ എൻ്റെ പേരിലുണ്ടെങ്കിൽ, അപ്പം ഒരു പ്രശ്നം നടക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയരുത്. എല്ലാവന്മാരും മറ്റേ പെണ്ണുടിയന്മാരാണ്, എല്ലാവന്മാരും മറ്റേ അതാണ് ഇതാണെന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മറ്റേ ജനറലൈസ് ചെയ്ത് പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ സ്ട്രീം അത്രയ്ക്കും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ സ്ട്രീമിൽ എനിക്ക് പറയാൻ പറ്റും, ഇതിനകത്ത് നമ്മുടെ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഗ്യാങ്ങും അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വൾഗാരിറ്റി ഉള്ള വേർഡ്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ യൂട്യൂബിൽ 18+ കാറ്റഗറിയിൽ സ്ട്രീം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കോണ്ടന്റ് പോലും യൂട്യൂബിലാണെങ്കിലും കിക്കിലാണെങ്കിലും എൻ്റെ ഒരു കോണ്ടന്റ് പോലും മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമേ അല്ല. എല്ലാം 18+ മുകളിൽ നമ്മൾ ടൈറ്റിലടക്കം സ്ട്രീം ചെയ്തിരിക്കുകയാണ്. ആ കാര്യത്തിൽ ശരിയാ, ഈ ആൾക്കാർ പറയണത് ശരിയായിരിക്കും. ഈ പറയണതുപോലെ ലാംഗ്വേജസിൽ പലവട്ടം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ട്, അത് പലവട്ടം വൾഗർ ആയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ കാര്യം പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല.
അത് പലവട്ടം മോസ്റ്റ് ഓഫ് ദ സ്ട്രീമേഴ്സ് ആണെങ്കിലും എല്ലാവരും ഞാൻ അതിലും ജനറലൈസ് ചെയ്യുന്നില്ല, അതും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ. കോളേജിൽ പോകുന്നതോ അല്ലെ പരിപാടി ചെയ്യാൻ പോകുന്നതോ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു തോട്ട് അത് മറ്റേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് അൻവിൻ്റെ ഇഷ്യൂ വന്നപ്പം ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ പേരിൽ പെണ്ണേഴ്സ് ഉണ്ടോന്നായിരുന്നു. ആദ്യം എല്ലാവരും വന്നിട്ട് ഡോക്ടർ ഡ്രേക്കും അൻവിനും ഇവരുടെ എല്ലാം ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ പ്രൊഫൈൽ പബ്ലിക്കലി പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുള്ളിയെ പറ്റി അലിഗേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ 5-6 വട്ടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ 5-6 വട്ടം പോസ്റ്റ് ചെയ്തിട്ട് ഞാനത് സ്വന്തമായിട്ട് റീഷെയർ ചെയ്തവനാ. അതാ എൻ്റെ കോൺഫിഡൻസ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അതിന് മുകളിലൊന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ ഗൈസ് വലിച്ചിടാം. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ GTA കാണുന്നതല്ലാത്ത മെയിനായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അവർ ഈ തൊപ്പിയുടെ ലൈവിലും ഷമീറിൻ്റെ ലൈവിലും ഒക്കെ പോയിട്ട് ഈഗിൾ ഇഷ്യൂ എന്ന് പറഞ്ഞ് സ്പാം ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഈ ഗെയിം ഒന്നും കാണാത്ത നോർമൽ ഓഡിയൻസ് ഉണ്ട്. അവർ വിചാരിക്കും എനിക്കിതിൽ എന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഞാനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട്. മനസ്സിലായ? അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എൻ്റെ എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഈ MRC എന്ന് പറയുന്ന ഗ്യാങ്ങിന് ഞങ്ങളുടെ ഗെയിമിനകത്തും ഗ്യാങ് ഉണ്ട്. ആ ഗെയിമിൽ ഇഷ്യൂ ആണ് അവർ ഈ പറയുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ തൊപ്പി ലൈവ് വന്നപ്പോൾ തൊപ്പിയുടെ ലൈവിൽ ഈ കൂടിപ്പോയ ഷമീർ എടുത്തു വെച്ച് കാണിക്കാൻ പോണത് ഹനാൻഷായെ അപരാധിക്കുന്നതും ഈഗിളിനെ അപരാധിക്കുന്നതും ഒക്കെ ആണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം ഷമീറിന്റെ ലൈവിൽ വീണ്ടും ഈഗിളിനെ പറ്റി പറഞ്ഞോ എന്നുള്ളൊരു സാധനം വീണ്ടും വന്നു. മനസ്സിലോ? അങ്ങനത്തെ സാധനമാണ്. അതുകൊണ്ടാണ് തെളിവുണ്ടാവണം എന്നോട് പറയണേ ബ്രോ. അതേ പറഞ്ഞേ, അലിഗേഷൻ കൊണ്ടുവരുമ്പോ എന്റെ സൈഡിൽ ഒരു തെളിവുണ്ടാണ്. അല്ലെ ചുമ്മാ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് ഞാൻ ചെയ്തതാണെന്ന് തെളിയിക്കണം. മനസ്സിലായ? ചുമ്മാ ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിലും വന്ന് പറയാം. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇമാതിരി പരിപാടികൾ ചെയ്യാം. കാരണം എനിക്കറിയാം കഴിച്ചു, ഞാൻ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ്ലി എത്രയും പെട്ടെന്ന് അവിടുന്ന് ഞാൻ ഇറങ്ങുന്നത്. കാരണം 1.5 മണിക്കൂർ ഷോ ഞാൻ ഈ ഫിറ്റ്നസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഈ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വടിയാവും. എനിക്ക് എവിടെയെങ്കിലും പോയിന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അവിടുന്ന് വരുന്നത്. മനസ്സിലായ? അപ്പോൾ അങ്ങനെയാണ് മോസ്റ്റ്ലി ഞാൻ തിരിച്ച് എപ്പോഴും കോളേജസിൽ നിന്ന് വരാറുള്ളത്. പിന്നെ എനിക്ക് ഉറപ്പാ കേസില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം നമ്മൾ പരിപാടി ചെയ്ത കോളേജുകളിലൊക്കെ പിള്ളേർ അത്രത്തോളം സാറ്റിസ്ഫൈഡും അത്രത്തോളം നല്ല ഫീഡ്ബാക്കും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കത് 100% ഉറപ്പാണ്. മനസ്സിലായ? എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആരെയും തെളിയിക്കേണ്ട. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് കേസ്. ഈ കാര്യം പറയേണ്ട ടൈമായി, അതുകൊണ്ട് ഞാൻ പറയുക. ചില ആൾക്കാർ നമ്മുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഈ സ്ട്രീമേഴ്സ് ഗെയിമേഴ്സ് എന്നുള്ള ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നിട്ട് ഈ RP കളിക്കുന്നതും RP കളിക്കുന്ന ആൾക്കാരൊന്നും സ്ട്രീമർ ലെവലിൽ വരുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ അവർ ഗെയിമേഴ്സ് അല്ല എന്നാ പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവണില്ല. ഇത് ഗെയിം അല്ലേ? ഇത് ഗെയിം തന്നെയാണ്. നമ്മുടെ ഇഷ്ടമാണ്. അത് അവരവരുടെ ഇഷ്ടമാണ്. ആർക്ക് വേണം അവർക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ഗെയിമാണ്. GTA 6 ഒരു ഗെയിമാണ്. അത് സ്ട്രീം ചെയ്യുന്നവൻ ഗെയിമർ അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാവരും കണ്ടിട്ടുള്ളത് GTA സ്ട്രീം മാത്രമാണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണം കേട്ടാ. ഇത് കണ്ട Rainbow Six Siege. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് GTA 5 ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്ലേ ടൈമാണിത്. Rainbow Six Siegeന്റെ പ്ലേ ടൈമാണ് എൻ്റെത്. 1272 മണിക്കൂർ ഒരു അക്കൗണ്ടിലെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് ഇവനുണ്ടോ? കീരി ഉണ്ടോ? കീരി നിനക്കറിയാം ഇതാണോടാ എന്റെ പ്ലേ ടൈം? എങ്ങനെ പോലും ഒരു 2500 മണിക്കൂറിന് മുകളിലില്ലേ? 2 അക്കൗണ്ട് ഉണ്ട് എനിക്ക്. 2500 മണിക്കൂറിന് മുകളിൽ ഗ്രൈൻഡ് ചെയ്ത് PUBG മൊബൈലിന് മുമ്പ് ഈ ഗെയിം കളിച്ചു തുടങ്ങിയവനാ ഞാൻ ഇവിടുന്ന് തുടങ്ങിയതാ. എന്റെ വാലറന്റിന്റെ പ്ലേ ടൈം എത്ര ഉണ്ട്? വാലറന്റ് ഗൈസ് മിനിമം 1500-2000 മണിക്കൂറുണ്ട് മിനിമം വാലറന്റിന്റെ. ഫ്രം ദ സ്ക്രാച്ച് ഞാൻ എന്റെ ലൈവില് ബ്രോൺസിൽ പ്ലേസ് ആയിട്ട് അവിടുന്ന് ഇമ്മോർട്ടൽ അടിച്ചാണ് ഞാൻ നിർത്തിയത്. പിന്നെ സ്റ്റോറി മോഡ് ഗെയിംസ് ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ശരിയാ, ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ സ്റ്റോറി മോഡ് ഗെയിംസ് ഞാൻ കളിക്കാറുണ്ട്, സ്ട്രീം ചെയ്യാറുണ്ട്. ഞാൻ ഓരോരോ ചെറിയ ഗെയിംസുകൾ സ്ട്രീം ചെയ്യാറുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ PUBG മൊബൈലിന്റെ ഒരു സെനാറിയോ പറയാം ഗൈസ്. PUBG മൊബൈൽ, PUBG PC ഏകദേശം PUBG PC എത്രയായി നോക്കട്ടെ ഞാൻ. PUBG PC എത്രയായി? ഇതൊക്കെ കളിക്കുന്ന നമ്മള് ഗെയിമർ അല്ല എന്ന് പറയണ 821 മണിക്കൂറായി. PUBG PC കളിച്ചിട്ടാണ് ഇവിടെ ഇരിക്കണല്ലേ? ഫൈനൽസ് അല്ലേ?
ഫൈനൽസ് എന്ത് ചെയ്യാം 169 മണിക്കൂർ. ഇതെല്ലാം ഞാൻ ഗ്രൈൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴാണ് ഗൈസ് ഇത് മനസ്സിലാക്കിയത്? നിങ്ങളുടെ അടുത്തുള്ള ഒരു കാര്യം പറയാം. ഞാൻ ഒറ്റ ഗെയിമിൽ ഡിപ്പെൻഡ് ചെയ്ത് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അതായത് പബ്ജി മൊബൈൽ മാത്രം. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ആ ഗെയിം ബാൻ ആയപ്പം ഇല്ലാണ്ടായിപ്പോയി. അതായത് 5 പൈസ പോലും കയ്യിലെടുക്കാനില്ലാതെ. കാരണം അന്നൊന്നും വലിയ സാലറിയും വലിയ ഇതൊന്നും മേടിക്കുന്നവനല്ലായിരുന്നു. വളരെ ചെറിയ ഇതിൽ ഫാമിലിയൊക്കെ സെറ്റിലപ്പ് ആക്കി പഠിത്തത്തിന്റെ കാര്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാനൽ തുടങ്ങിയതാണ് ഞാൻ. മനസ്സിലായ? ആ സമയം തൊട്ട് സ്ട്രീം ചെയ്തതാ. പബ്ജി മൊബൈൽ ആണെങ്കിൽ പോലും പബ്ജി മൊബൈലിലൊക്കെ എൻ്റെ ഗെയിമിംഗ് അവേഴ്സ് എത്രയാണെന്ന് എൻ്റെ ലൈവ് കാണുന്നവർക്ക് അറിയാം ഗൈസ്. ഒരു മാസം 4000 5000 ഗെയിംസാണ് കളിക്കണം ഞാൻ. 5000 മാച്ചസ് കളിക്കും പബ്ജി മൊബൈലിൽ പോലും, അന്ന് തൊട്ട് ഇന്ന് വരെ. ഇപ്പൊ സിമുലേറ്റർ ഗെയിംസുകൾ സ്ട്രീം ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ആർപിക്കാണ് നമുക്ക് മെയിൻ വാച്ചിങ് ഉള്ളത് എന്ന് കരുതി ആർപി കളിക്കുന്ന ഒരു ഗെയിമേഴ്സ് അല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതെല്ലാം ചെയ്യുന്ന എബിറ്റ് ബീസിനെ പോലത്തെ സ്ട്രീമേഴ്സിനെ നമ്മൾ ഒരിക്കൽ പോലും താറ്റി പറഞ്ഞിട്ടില്ല എൻ്റെ ലൈവിലുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അവരെയൊക്കെ പറ്റി എപ്പോഴും നല്ലത് മാത്രമേ എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്. സോ അപ്പോൾ അത് ചെയ്യുന്നതിൽ തെറ്റാണെന്ന് പറയില്ല. ഇവരെയൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുവാണ്, ഞാൻ ഇവരെ ഇൻസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇവരെ ഇതാക്കിയോ പറയുമ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്നതിൽ ഇതുണ്ട്. ഞാനൊരു PC മേടിച്ച ഉടനെ RP കളിക്കാനല്ലേ ബ്രോ? എനിക്ക് ഇത് മാത്രമല്ല ജോലി. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. എനിക്ക് എൻ്റെ അല്ലാത്ത വർക്കുകൾ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. എക്സ്ലാൻഡിസിലുള്ള 2-3 പേരും ബാക്കിയുള്ളവരും ഒക്കെ കൂടി ചേർന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു റിഗ് മേടിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് ഗെയിം കളിക്കാനും RP കളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറയണേ? ഇത് RP ഞാൻ എന്തെങ്കിലും സ്റ്റോറി ഇട്ടാ, ഞാൻ എന്തെങ്കിലും ഒരു സാധനം കാശ് കൊടുത്ത് മേടിച്ച് സ്റ്റോറി ഇട്ടാ ഉടനെ അവർ പറയും ഇത് RP കളിക്കാൻ എന്തിനാ, ഇത് മൗസ് പുതിയത് മേടിച്ചാൽ പറയും RP കളിക്കാൻ എന്തിനാ ഇത്. ഞാനൊരു എക്സ്പെൻസീവ് മൗസോ ഞാനൊരു എക്സ്പെൻസീവ് കീബോർഡോ മേടിച്ചാൽ ഉടനെ പറയും RP കളിക്കാനല്ലേ. ഞാൻ RP മാത്രമല്ല കളിക്കുന്നത്, നിങ്ങളിത് കാണുന്നില്ല. പിന്നെ വെളിയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവർക്കും അറിയപ്പെടുന്നത് റിയാക്ഷൻ സ്ട്രീമർ ആയിട്ടാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കോണ്ടന്റ് ഉണ്ടാക്കാത്ത ഒരു സാധനമാണ്. നമ്മൾ ആണ്ടിൽ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ വന്ന് വീക്കിലി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്നത്, അതിനകത്ത് വേറെ കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേസ് ക്യാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞാൻ തൊലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് എൻ്റെ ഫേസ് ക്യാം എടുത്ത് ഏതോ റാൻഡം വീഡിയോയിൽ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് പറയും ഫേക്ക്, ഇവന്റെ റിയാക്ഷൻ കണ്ടാലേ അറിയാം ഇവ ഫേക്ക് ആയിട്ട് ചിരിക്കുന്നതാണെന്ന്. എന്നിട്ട് അതിനകത്ത് ഒരു കാര്യമില്ലാതെ എന്നെ മെൻഷൻ ചെയ്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഇത് കുറെ നാളായിട്ട് നടക്കുന്ന കാര്യമായി സത്യമായിട്ടും. നിങ്ങൾ ഷോർട്സിലാകും ഏറ്റവും കൂടുതൽ. നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഇതൊന്നും കോപ്പിറൈറ്റ് ഒന്നും ഞാൻ ആരുടെയും ചാനലിൽ അടിച്ചു കൊടുക്കാറില്ല. ഞാൻ ആരെ അടിച്ചു കൊടുക്കാറില്ല കോപ്പിറൈറ്റ് ഒന്നും. മനസ്സിലായോ? ഞാൻ അടിച്ചു കൊടുക്കത്തേ ഇല്ല. അങ്ങനെ കോപ്പിറൈറ്റ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ, എക്സ്ട്രീം നമ്മുടെ വൾഗാരിറ്റി അങ്ങനെയൊക്കെ വന്ന സാധനങ്ങളിൽ മാത്രമേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ റിയാക്ഷൻസ് ഇതൊക്കെ ചെയ്യുന്നത്. ബ്രോ, ഞാനൊരു ഗെയിമറാണ് പണ്ട് തൊട്ടേ. ഞാൻ എൻ്റെ എല്ലാ കാര്യം എത്ര നേരം നിങ്ങൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രമേ അറിയത്തുള്ളൂ. ഇവരൊക്കെ വിചാരിക്കുന്നത് ലൈവ് ഓണാക്കുന്ന സമയത്ത് മാത്രം കമ്പ്യൂട്ടറിന് മുമ്പിൽ വരുന്ന ഒരുത്തനാണെന്ന്. നിങ്ങൾക്ക് എൻ്റെ കൂടെ TV-യിലുള്ള ബാക്കിയുള്ള എത്ര പേരുടെ ലൈവിൽ നിങ്ങൾ ഓഫ്ലൈനിൽ എന്നെ പല ഗെയിമുകളിലും കണ്ടിട്ടുണ്ട്. പബ്ജി ഉണ്ടായിരുന്ന സമയത്ത് ഫുള്ള് ഞാൻ ലൈവ് ഇടത്തേ ഇല്ലായിരുന്നു, എൻ്റെ കൂടെ ഉള്ളവരെ കൊണ്ട് ലൈവ് ഇടിപ്പിക്കുമായിരുന്നു. പബ്ജി അല്ല, വാലറന്റ് ചെയ്തപ്പം, പബ്ജി സ്ട്രീം ചെയ്തപ്പം കോച്ചിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ. ഇപ്പോഴാണെങ്കിൽ പോലും വെളുപ്പിന് 7 മണി 8 മണി വരെ ഗോകുവിന്റെ കൂടെ ഞാൻ ഈ സ്റ്റിയറിംഗും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായ? ഈ സ്റ്റിയറിംഗ് പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് വാച്ചിങ് വരുന്ന ഗെയിം RP ആണെന്ന് വിചാരിച്ച് RP കളിക്കുന്നവരൊന്നും ഗെയിമേഴ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ് എന്താ, ഇതിനകത്ത് മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവന്മാരോടും പറയും, എടാ ഇതൊരു ഫ്യൂച്ചർ ഇല്ലാത്ത ഗെയിമാണ്. നിങ്ങൾ ഇതിൽ സമയം കളയുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ്. ഇവിടെ ഹരി ഉണ്ടല്ലോ, ഹരി നിന്റെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമല്ലേ ഹരി? ഞാൻ നമ്മുടെ IG-യിലായിട്ട് നിൽക്കുന്ന അവൻ ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്താൽ എന്റെ ടീമിനാണ് എനിക്ക് ഉപകാരം. പക്ഷെ ഞാൻ ഇവന്മാരത്തൊക്കെ എപ്പോഴും പറയുന്നത് ഇവിടുത്തെ ഈ ഇപ്പൊ ലാസ്റ്റ് മീറ്റിംഗ് വിളിച്ചപ്പോൾ കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊരു ഫ്യൂച്ചർ ഇല്ലാത്ത ഗെയിമാണ്, ഇതിനകത്ത് ഓവർ ടൈം സ്പെൻഡ് ചെയ്യരുത്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ എനിക്ക് ഇതിനകത്ത് PvP കളിക്കാൻ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് രാപ്പകൽ ഇരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഈ പറയണത് പോലെ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ RP മാത്രം സ്ട്രീം ചെയ്യുന്ന ഒരു സ്ട്രീമേഴ്സ് അല്ല. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രോ അതൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുറെ ആൾക്കാർ പിന്നെ
പിന്നെ റെഡിറ്റിലും അതിലും ഇതിലൊക്കെ കുറെ പോസ്റ്റുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ ഞാൻ ഇത്ര ഇതായിട്ട് ഇത് ഇഗ്നോർ ചെയ്താൽ ചിലപ്പോൾ പേടിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ള പേടി ഉണ്ടെന്ന് പറയും. അങ്ങനെ ഒരു പേടി എനിക്കില്ല ബ്രോ, അങ്ങനെ ഒരു പേടി എനിക്കില്ല. അതുകൊണ്ടാണ് ഇത് വന്ന് പറഞ്ഞത്, മനസ്സിലായോ? അപ്പം നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ കണ്ടുപിടിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ, അത് ഞാൻ ധൈര്യത്തോടെ പറയും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഇവിടെയുള്ള ബാക്കി RP കളിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കെല്ലാം ഇൻഡിവിജ്വലി ഓരോരോ കഴിവുകളുണ്ട്. ഇപ്പൊ നോക്കിയാൽ മതി, അപ്പുക്കുട്ടൻ നല്ലൊരു എഡിറ്ററാണ്, ഇവിടെ കോച്ചുണ്ട്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് കളിച്ച ആളാണ്, വെറുതെ 5 ഒന്നും കൊണ്ട് ഇരിക്കുമല്ല, ഇവിടെ RP തന്നോണ്ടിരിക്കുമല്ല. കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ്, കേരളത്തിലെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് PUBG പ്ലെയർ എന്ന് പറയാം. ടോപ്പ് PUBG പ്ലെയർ ഇപ്പൊ കൂടെ പ്രാക്ടീസ് പെട്ടതാ. ഇപ്പം ഒരു ടൂർണമെന്റ് അവർ ക്വാളിഫൈ ആയിട്ട് വരുന്നതേ ഉള്ളൂ, മനസ്സിലായ? ലൈക്ക് അങ്ങനെ കുറെ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ല ഈ ഗെയിം കൊണ്ട് മാത്രം ഇരിക്കാതെ ബാക്കി എല്ലാ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ ഞങ്ങൾ അപ്പൊ ഗെയിമിംഗ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ എന്ത് ഇതാക്കാൻ പറ്റും? സോ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പിന്നെ എത്താൻ പറ്റാത്തടത്തോടുള്ള ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഇതാക്കാം. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. സോ മജോറിറ്റി സ്ട്രീംസ് ഈ ഇടയ്ക്ക് റീസെന്റ് RP ആണ്. അതെന്തുകൊണ്ടാണ് ഗൈസ്? ഞാൻ ഒരു കാര്യം എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ലൊരു ഹോട്ടലുണ്ട്, നല്ല ഡെയിലി നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ വിറ്റ് പോകും. എന്ന് വെച്ചാൽ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആവശ്യം കുമിഞ്ഞു കൂടണം, മറ്റേ ഇഷ്ടം പോലെ ആൾക്കാർ നല്ല അഭിപ്രായം പറയണ്, റിവ്യൂ പറയണ്. പിന്നെ ഇടയ്ക്ക് 1-2 ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ വന്ന് നെഗറ്റീവ് പറയണ്. അതിനെയൊക്കെ മറികടന്ന് നമ്മൾ സ്ട്രഗിൾ ഒക്കെ ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് നല്ലൊരു കിടുക്കാച്ചി ഹോട്ടലിൽ നടത്തിക്കൊണ്ടിരിക്കുക, ലാഭമുണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് വെളിയിലിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഹോട്ടല് വലിയ ഇതില്ല, ലാഭം കുറവാണെങ്കിലും കുറച്ച് നഷ്ടമാണെങ്കിലും തുണിക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ ആരെങ്കിലും തുണിക്കടയെ മാത്രമായിട്ട് പോയിരിക്കൂല. ആ ഹോട്ടൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു തുണിക്കട ഇട്ട് അതുകൂടെ നന്നാക്കി കൊണ്ടുവരാൻ നോക്കും, മനസ്സിലായോ? അതാണ് ചെയ്യുന്നത്, അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. ആ ഓഡിയൻസിന് ഇഷ്ടം RP ആണ്, മനസ്സിലായോ? ഓഡിയൻസിന് ഇഷ്ടം RP ആണ്. RP അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ലോകത്തൊരുത്തനും ഈ പറയുന്ന ഒരുത്തനും മോണിറ്റൈസേഷൻ ഇല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനടക്കം മോണിറ്റൈസേഷൻ ഇതിനകത്ത് ഇല്ലെങ്കിൽ, പൈസ കിട്ടുന്ന ഒരു പരിപാടി ഇതിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഇത് നിർത്തി നമ്മുടെ പാട്ടിന് പോകും. വേറെ പണി നോക്കിയിട്ട് സൈഡായിട്ട് പാഷനായിട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. നല്ലൊരു ജോലി കൂടെ കൊണ്ട് വേണം. മോണിറ്റൈസേഷനോടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നവന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെന്ന്. ആർക്ക് വേണ്ടി? നിങ്ങൾക്കോ? എടാ നമുക്ക് വേണ്ടി. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന എനിക്ക് വേണ്ടി, എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി, അല്ലാതെ മറ്റേ നിങ്ങൾക്ക് വേണ്ടിയല്ല കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. നല്ല കോർപ്പറേറ്റ് ജോലിയോ അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടായിട്ട് ഫെയിമിന് വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന റെമ്യൂണറേഷനും ഇതിനകത്തുനിന്ന് കിട്ടുന്ന മോണിറ്റൈസേഷൻ ബെനിഫിറ്റ്സിനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രയോറിറ്റി ഉണ്ട്. അതായത് വ്യൂവേഴ്സിനെ പുള്ളി ചെയ്യുക എന്നുള്ളത്. വ്യൂവേഴ്സിനെ പുള്ളി ചെയ്യാതെ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് പ്ലേ സ്റ്റേഷൻ മേടിച്ചിരുന്ന് ഒറ്റയ്ക്ക് കളിച്ചാൽ പോരെ? ഞാൻ ഗെയിമറാ, എനിക്ക് ആരും ബോധ്യപ്പെടുത്തണ്ട. ഞാൻ ഒരു ഹാർഡ് കോർ ഗെയിമറാ, ഞാൻ ഇറങ്ങുന്ന എല്ലാ ഗെയിംസും കളിക്കും, ഞാൻ എല്ലാം കളിക്കും എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഗെയിം കളിച്ചാൽ പോരെ ബ്രോ? അതിൽ കാര്യമില്ല. ഗെയിമിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവനൊരു ഗെയിമിംഗ് സ്ട്രീമറാ, അല്ലാതെ അവൻ IRL സ്ട്രീമർ അല്ല, അല്ലെങ്കിൽ അവൻ ഒരു നോർമൽ സ്ട്രീമർ അല്ല, അത് ഗെയിമിംഗ് സ്ട്രീമറാ. അത് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധവും ബുദ്ധിയും കാണിക്കണം. പക്ഷെ ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ഗെയിംസും കളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ബീസ് ബ്രോയെ പോലെ, മറ്റേ P4 പ്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, പുള്ളിയൊക്കെ പോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവര് ഗെയിമർ ആണ് എന്ന് വിചാരിച്ച് ബാക്കി 1-2 ഗെയിംസോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഗെയിംസ് മാത്രം ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദഫക്കനെയൊക്കെ നോക്കി നോക്ക്, കോമ്പറ്റേറ്റീവ് ഗെയിംസ് മാത്രം അവർ കൂടുതൽ ഗ്രൈൻഡ് ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ അവർ ഗെയിമേഴ്സ് അല്ലേ? എന്താ നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ്, ഇങ്ങനെ കുറെ പേരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ ഇതിന് നീ എടാ പിണ്ണച്ചു നീ എല്ലാം തൊപ്പിയുടെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവരാ പിണ്ണച്ചു. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണ ഇതാണെന്നാണോ നിന്റെ വിചാരം? കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ അല്ലല്ലോടെ വന്ന് പറഞ്ഞ ചാറ്റില്, പറഞ്ഞേ തൊപ്പി വന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ കരിയർ എൻഡ് ആയി പോവും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളായോ? ബ്രോ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി റേജ് വെയിറ്റിന്റെ പുറത്ത് എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിക്കണ്ട. എനിക്ക് ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് പറയാനുള്ളൂ ഗൈസ്. മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം, ഇതിന്റെ അപ്പുറത്തോട്ട്
വേറെ ഒന്നുമില്ല. MRC എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലുള്ള 2 പേർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? ഇന്ന് എൻ്റെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അവർ അശ്വിൻ ചേട്ടനൊക്കെ അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ഒരാളല്ല. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ബാക്കി ഡിസിഷൻസ് അവരെടുക്കും. ഈ ടാഗിൽ ഇനി പോക്കൃത്തരം കാണിക്കാൻ സമ്മതിക്കത്തില്ല. നീയൊക്കെ ഇത് ഗോകുവിന്റെ ലൈവിൽ പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ കമന്റ് സെക്ഷനിലൊക്കെ വരുന്ന കണ്ടായിരുന്നു, ഈഗിൾ മെയിൻ ആവാൻ നോക്കുക. അതാണ് മെയിനാടാ, അതേ മെയിനാടാ, MRCയുടെ മെയിൻ ആണടാ. ഞാൻ എന്റെയൊക്കെ എല്ലാ അണ്ണന്മാരും കയറുന്നതിന് മുമ്പേ എന്റെ തലയ്ക്ക് മേഖലയിൽ കയറിയ പേരാടാ അത്. നീയൊന്നും ആ സമയത്ത് ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 8 വർഷം മുമ്പ്. നിനക്കൊക്കെ ഇപ്പൊ 8 വയസ്സ് 9 വയസ്സല്ലേ ഉള്ളൂ. ആ സമയത്ത് കൈക്കുഞ്ഞായിരുന്നു നീ. ഇല്ലടാ. അല്ല, ആ സമയത്ത് ഇവന്മാര് കൈക്കുഞ്ഞായിരുന്നു ജോക്കി. അതാ മനസ്സിലാവാത്തത്. കൈക്കുഞ്ഞായ സമയത്ത് ഇതൊന്നും തിരിച്ചറിയാനുള്ള ബോധമില്ലല്ലോ. ഇപ്പൊ 8 വയസ്സ് 9 വയസ്സായപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. ആ സമയത്ത് ഞാൻ MRCയിൽ ഉണ്ടായിരുന്നു. ജെട്ടി പോട്ട് ടയർ ഓട്ടിട്ട് ഇരുന്നിരുപ്പാണ്ടാ. അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ പറയാൻ. ഇതൊന്ന് പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് പേര് ഉള്ള മറുപടി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നു. ബാക്കി ഈ നടന്ന ഇപ്പൊ 2 ദിവസമായിട്ട് നടന്നതിനൊന്നും മറുപടി പറഞ്ഞ് മറ്റേ ഇതാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കല്ല, അത് കേരള പോലീസിനാണ്. അവരത് ഏറ്റെടുത്ത് ചെയ്യണം. അത് അവർ ഏറ്റെടുത്ത് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്.